മുരളീധരനുമായിട്ട് സംസാരിച്ച് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. എൻ്റെ ഹൈക്കമാൻഡ് തീരുമാനം കൂടി വന്നാൽ അദ്ദേഹം വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്, സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല. ഒരു ഭാഗത്ത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഈ ഭാഗത്ത് ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇതൊരു ചലഞ്ചാണ്. ഇത് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ രണ്ട് കാര്യങ്ങളിലും പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടു. അല്ല, കോൺഗ്രസിൻ്റെ തമ്മിലടിക്ക് ശേഷം ഒരാളെ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്നതല്ലാതെ അതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. UDFോ BJPയോ ആഗ്രഹിക്കുന്ന അജണ്ടക്കനുസരിച്ച് പ്രചാരവേല നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. വൈകി എങ്കിലും വടകരയിൽ വന്നത് മുരളീധരനാണ് എന്ന് കോൺഗ്രസുകാർ സന്തോഷിക്കുന്നുണ്ട്. സീറ്റിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് വഴക്ക് കണ്ട് വിഷമിച്ചു നിൽക്കുകയായിരുന്ന പ്രവർത്തകർക്ക് സന്തോഷം നൽകുന്നുണ്ട്. അത് ശരി തന്നെ. പക്ഷേ ഏത് വിധത്തിലുമുള്ള പോരാട്ടത്തിന് തയ്യാർ എന്ന മട്ടിൽ നേരത്തെ തന്നെ P. ജയരാജനെ ആക്ഷേപങ്ങൾ അവഗണിച്ച് ഫീൽഡ് ചെയ്ത ഇടതുമുന്നണിയെ എങ്ങനെയാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കുലുക്കുക? ഇക്കാര്യമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കടുത്ത പോരാട്ടം വടകരയിലേത് ആകുമോ? ദേശീയതലത്തിലെ അടക്കം മറ്റെല്ലാ വിഷയങ്ങളും മറികടന്ന് അക്രമ രാഷ്ട്രീയം വടകരയിലെ പ്രധാന വിഷയമാകുമോ? BJP വോട്ടുകൾ അവർ തന്നെ സമാഹരിക്കുമോ? അല്ലെങ്കിൽ ജയരാജന്റെ തോൽവി എന്ന ലക്ഷ്യം വെച്ച് ആ വോട്ടർമാർ മുരളീധരന് ഗുണം ചെയ്തു കൊടുക്കുമോ? RMP, ലീഗ്, ജനതാദൾ വോട്ടുകൾ എന്ത് കാരണങ്ങൾ പരിഗണിച്ച് ഏത് തീരുമാനം ഉണ്ടാക്കും? ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. സ്വാഗതം. K. മുരളീധരന്റെ വരവ് മറ്റു മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഊർജ്ജമാകുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരോടുള്ളത്. ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് K. മുരളീധരന്റെ വരവ് മറ്റു മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഊർജ്ജമാകുമോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലം ഓച്ചിറയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ശ്രീ O. അബ്ദുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. ശ്രീ PM മനോജ് CPM ദേശാഭിമാനിയുടെ അസോസിയേറ്റ് എഡിറ്റർ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരും. KK രമയെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു, RMP നേതാവ്. ആദ്യം ശ്രീ PM മനോജ്, വിദ്യാ ബാലകൃഷ്ണൻ, പ്രവീൺ കുമാർ എന്നീ പേരുകളൊക്കെ പറഞ്ഞു കേട്ട ഒടുവിൽ വന്നത് വടകരയിൽ K. മുരളീധരൻ നേരിട്ട് തന്നെയാണ്. K. മുരളീധരൻ തന്നെയാണ്. അവിടെ പോരാട്ടം കടുക്കുകയില്ലേ? P. ജയരാജന് വിജയമുണ്ടാകുമെന്ന നിങ്ങളുടെ പ്രതീക്ഷയെ മങ്ങലേൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വരവ് അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാക്കുകയില്ലേ? പ്രതീക്ഷയെ മങ്ങലേൽപ്പിക്കില്ല. കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 78,148 വോട്ട് ഇടതുപക്ഷത്തിന് കൂടുതലാണ് വടകര മണ്ഡലത്തിൽ UDFിനേക്കാൾ. അവിടെ നിയമസഭാ മണ്ഡലങ്ങളിൽ കുറ്റ്യാടി ഒഴികെ മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDF ആണ് ജയിച്ചത്. അതുപോലെ 48 പഞ്ചായത്തുകളിൽ 32ലും LDF ആണ് ഭരിക്കുന്നത്. 6 നഗരസഭകളിൽ 5ഉം LDF ആണ്. അതുകൊണ്ട് തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ ശരിയാണ് നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചിരുന്നു 3,306 വോട്ടിന്. അന്ന് RMPയുടെ കുമാരൻകുട്ടിക്ക് 17,000 ചില്ലുവാരം വോട്ടും കിട്ടിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ചിത്രം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെതാണ്. LDF ബഹുദൂരം മുന്നിലാണ്. ഇവിടെ 9 തവണ മത്സരിച്ചു. 9 തവണ, 2 തവണ നിയമസഭയിലേക്കും ബാക്കി 7 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചിട്ട് അതിൽ 5 തവണയും തോറ്റ ഒരാളാണ് K. മുരളീധരൻ. പിന്നെ കേരള ചരിത്രത്തിൽ മന്ത്രിയായിരിക്കാൻ മത്സരിച്ച് തോറ്റ ഒരേ ഒരാളേ ഉള്ളൂ K. മുരളീധരൻ. അദ്ദേഹത്തെ ഒരു നേർച്ചക്കോഴി എന്ന് ഞാൻ പറയുന്നത് വളരെ ബോധപൂർവമാണ്. കാരണം ഇതിനു മുമ്പ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്, ഇപ്പോഴും ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. KPCC അധ്യക്ഷനാണ്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും മുഖഭാവം ചാനലിലൂടെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്നലെ നൈരാശ്യത്തിൻ്റെ പടുകുഴിയിലായിരുന്നു അദ്ദേഹം. ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം സ്വന്തം മണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം മാത്രമല്ല, അദ്ദേഹം ജനിച്ച് വളർന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ സ്വന്തമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒളിച്ചോടുന്നു. അതുപോലെ കോൺഗ്രസിൻ്റെ മറ്റെല്ലാ നേതാക്കളും ഒരുപാട് പേര് പരിഗണിച്ചു, എല്ലാവരും ഒളിച്ചോടുന്നു. പിന്നെ വരുന്ന ആളുകളെ അവിടെ സ്വീകാര്യമല്ല. അങ്ങനെ അവസാനം കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള വടകരയിലേക്ക് തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വട്ടിയൂർക്കാവിൽ നിന്നുള്ള നിയമസഭാംഗമായ മുരളീധരനെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നു.
യഥാർത്ഥത്തിൽ ഞാൻ മുരളീധരനെ കുറ്റപ്പെടുത്തില്ല. കാരണം മുരളീധരനെ കുറിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞ പോലെയൊന്നും ഞാൻ പറയുകയില്ല. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത് മുരളീധരൻ നല്ല ആളാണ്, പക്ഷേ മൂക്കാതെ പഴുത്തതാണെന്നാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ നിയമസഭയിലേക്ക് പ്രതിനിധാനം ചെയ്യുന്ന മുരളീധരനെ അവിടെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പ്രതിനിധാനം ചെയ്യുന്നത് വെറുതെ പറഞ്ഞാൽ പോരാ, MLA-മാരെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പ്രതികരിച്ച മുരളീധരൻ, ആ മുരളീധരനെ തന്നെ സ്വയം നാണം കെടുത്തിക്കൊണ്ട് അവിടെ പോയി പ്രതിഷ്ഠിക്കുന്നത് കോൺഗ്രസ് എത്രമാത്രം വടകരയെ പേടിക്കുന്നു, എത്രമാത്രം അവിടെ പരാജയ ഭീതിയുണ്ട് എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരു ഭയവുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ പി എം മനോജ് താങ്കളിലേക്ക്. ശ്രീമതി കെ കെ രമ കൂടെ നമ്മോടൊപ്പം ചേരുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീ പി എം മനോജ് താങ്കളിലേക്ക്. ശ്രീമതി കെ കെ രമ, ഇവിടെ പി ജയരാജന്റെ പരാജയം എന്നത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. ആ പി ജയരാജനെ പരാജയപ്പെടുത്താനുള്ളത്രയ്ക്ക് ശക്തനായി ഒരു സ്ഥാനാർത്ഥിയായിട്ടാണോ കെ മുരളീധരനെ കാണുന്നത്? ജയരാജന്റെ പരാജയം ഉറപ്പാണോ അദ്ദേഹത്തിന്റെ വരവോടെ? സനീഷ്, ഒരു സംശയം വേണ്ട. ജയരാജൻ ഇവിടെ സ്ഥാനാർത്ഥിയായത് മുതൽക്ക് തന്നെ ഇവിടുത്തെ ജയരാജന് പരാജയം ഉറപ്പുവരുത്തിയതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ മുരളീധരൻ കൂടി സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി എത്ര ഭൂരിപക്ഷത്തിൽ മുരളീധരൻ വിജയിക്കുമെന്നത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. വളരെ കൃത്യമാണ്. ഇവിടുത്തെ വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു വിധിയെഴുത്തായിരിക്കും വടകര മണ്ഡലത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ക്രിമിനൽ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വടകരയിലെ വോട്ടർമാർ, കാരണം വളരെ അസ്വസ്ഥരായി നിൽക്കുന്ന വടകരയിലെ ജനത വളരെ കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. 2 കൊലക്കേസിൽ പ്രതിയായ ഞങ്ങളുടെയൊക്കെ കേസിൽ വളരെ കൃത്യമായി പങ്കുള്ള ഒരു ആളാണ് പി ജയരാജൻ എന്ന ഒരു സ്ഥാനാർത്ഥി വടകരയിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ വടകരയിലെ വളരെ പ്രബുദ്ധരായ വോട്ടർമാർക്കിടയിൽ വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്തെ അവർ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നല്ല രൂപത്തിലുള്ള വിജയം മുരളീധരൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീമതി കെ കെ രമ, നേരത്തെ ശ്രീ പി എം മനോജ് പറഞ്ഞതുപോലുള്ള കണക്കുകളുണ്ടല്ലോ, വോട്ടുകളുടെ കണക്കുകൾ. ഈ വടകരയിൽ കുറ്റ്യാടി ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDF-നാണ് മുൻതൂക്കം. വടകരയിൽ 9511, നാദാപുരത്ത് 4759, കൊയിലാണ്ടിയിൽ 13369, കൂത്തുപറമ്പിൽ 12291, തലശ്ശേരിയിൽ 34117. ഇങ്ങനെ 7-ൽ 6 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം LDF-ന് ഉണ്ടായിരിക്കെ കെ മുരളീധരൻ വന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അതിശക്തനായുള്ളൊരു സ്ഥാനാർത്ഥി വന്നു എന്നത് സമ്മതിച്ചാൽ തന്നെയും അതെങ്ങനെയായിരിക്കും വിജയത്തിലേക്ക്, ഈ നമ്പറുകളെ മറിച്ചിടുന്ന വിജയത്തിലേക്ക് എത്തുക? സനീഷിന് ഓർമ്മയുണ്ടോ 2009-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്? ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അന്ന് 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആയിരുന്നു ഭരിക്കുന്നത്. മറക്കരുത് നാം. അന്നാണ് 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിച്ച സതീദേവിയുടെ 50,000 വോട്ടിന് തോൽക്കുന്നത്. അപ്പോൾ അത്തരം കണക്കുകളൊന്നും നിരത്തേണ്ടതില്ല. കണക്കുകൾക്കൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല ഇതിനകത്ത്. കാരണം CPM-ന്റെ ആളുകൾ തന്നെയാണ് വോട്ട് ചെയ്യുക. അത് സംശയം വേണ്ട. ഇടതുപക്ഷത്തിന്റെ ആളുകൾ, CPM-ന്റെ ആളുകൾ തന്നെയാണ് ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറ്റുകയും അതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മുരളീധരനെ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സനീഷ്. അത് മാത്രമേ വടകരയിൽ സംഭവിക്കാൻ പോകുള്ളൂ. വടകരയിലെ ജനത അത്രമാത്രം അസ്വസ്ഥരാണ്. അവർക്ക് ഈ കൊലവിളി രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഈ രക്തചൊരിച്ചിൽ അവസാനിപ്പിക്കണം. അതിന് തീർച്ചയായിട്ടും ജനങ്ങളുടെ വിധിയെഴുത്ത് തന്നെയാണ് അതിന് ഏറ്റവും ശക്തമായ മാർഗം. അവർ താക്കീത് നൽകണം. ജനം നൽകുന്ന താക്കീത് മാത്രമേ ഇവർക്ക് പാഠമാവുകയുള്ളൂ. ഒരു കോടതിയും ഇവരുടെ ഇതിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി കഴിയില്ല. ഒരു പോലീസ് സംവിധാനവും ഇവർക്കെതിരെ നീങ്ങില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനവിധി ഇവിടെ അതിനനുസരിച്ചുള്ള ജനവിധി വടകരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീമതി രമ താങ്കളിലേക്ക്. ശ്രീ പി എം മനോജ്, അതായത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്നത് പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി പ്രഖ്യാപിച്ചതോടെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്നതായി മാറിക്കഴിഞ്ഞു. അതിനകത്ത് ഈ പറയുന്ന കണക്കുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്യും. അത് CPM-കാരായിട്ടുള്ള ആളുകളുടെ അടക്കം വോട്ട് പി ജയരാജനെതിരായിട്ട് വരും. അത്തരം വോട്ടുകളെ ആകപ്പാടെയും സമാഹരിക്കാനുള്ള ഒരു വലിയ സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരന്റെ വരവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അതാണ് ശ്രീമതി രമ പറയുന്നത്. അത് വസ്തുതയല്ലേ? അവരതിന് നേരത്തെയുള്ള കണക്കുകളല്ല രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നതിന് അവർ 2009 ഉദാഹരണം പറയുന്നുമുണ്ട്. എന്ന് രമയ്ക്ക് ആശ്വസിക്കാം. കാരണം രമ സ്വന്തം അണികൾ, രമയുടെ RMPയുടെ അണികൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇവരെ എന്താണ് വാങ്ങിയത്,
എങ്ങനെയാണ് UDF കൂടാരത്തിലെത്തിയത്? എന്തായിരുന്നു RMPയുടെ തുടക്കം? RMPയുടെ തുടക്കം മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസം പോരാ, വിപ്ലവം പോരാ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളുകളാണ്. വലതുപക്ഷത്തേക്ക് പോകുമെന്ന് പറയുന്ന ആളുകളാണ്. അവരിപ്പോൾ മുരളീധരനെ പിന്തുണക്കുന്നു, UDFന്റെ കൂടാരത്തിലേക്ക് മുൻവാതിലൂടെ കടന്നു കയറിയിരിക്കുന്നു. അതിൻ്റെ വ്യത്യാസം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രമ നിർത്തിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ RMP നിർത്തിയ സ്ഥാനാർത്ഥി കുമാരൻകുട്ടിക്ക് കിട്ടിയത് 17,000 ചില്ലുവാനം വോട്ടാണ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമയ്ക്ക് കിട്ടി 20,000 വോട്ട്. യഥാർത്ഥത്തിൽ കുമാരൻകുട്ടിക്ക് ഈ 17,000 വോട്ട് കിട്ടിയത് രമ നടത്തിയ ഈ പ്രചാരണം, തെറ്റായ പ്രചാരണം, RMP നടത്തിയ തെറ്റായ പ്രചാരണം വിശ്വസിച്ച പാവപ്പെട്ട ശുദ്ധാത്മാക്കളായ ജനങ്ങളുടെ വോട്ടാണ്. RMPയുടെ വോട്ട് മൊത്തം പോയത് മുല്ലപ്പള്ളിക്കായിരുന്നു. അങ്ങനെ പോയിട്ട് മുല്ലപ്പള്ളി 3,306 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അത് കഴിഞ്ഞ് അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലോകതാന്ത്രിക് ജനതാദൾ അതായിരുന്നല്ലോ പ്രശ്നം. അവർക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേണുവിന്, രമയുടെ സെക്രട്ടറി വേണുവിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറേണ്ടി വന്നപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞ തർക്കം കൊണ്ടാണല്ലോ അവിടെ മുന്നണി മര്യാദ പാലിക്കുന്നു CPM എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവിടെ തർക്കം തുടങ്ങിയത്. ആ തർക്കം തുടങ്ങി ആ ലോകതാന്ത്രിക് ജനതാദളിനെ ഇവർ കൂട്ടി. ഇപ്പോഴ് അത് LDFിലാണ്, അവരുടെ വോട്ടുണ്ട്. അതോടെ കണക്കൊന്നും പ്രശ്നമില്ല എന്ന് രമ പറയുന്നുണ്ട്. ആ കണക്കൊന്നും പ്രശ്നമില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, ലോക്സഭാ മണ്ഡലത്തിൽ, വടകര ലോക്സഭാ മണ്ഡലത്തിൽ RMPയുടെ സ്ഥാനാർത്ഥിയായ കുമാരൻകുട്ടിക്ക് 17,000 വോട്ട് കിട്ടിയപ്പോൾ രമയ്ക്ക് എങ്ങനെ വടകര നിയമസഭാ മണ്ഡലത്തിന് മാത്രം 20,000 വോട്ട് കിട്ടി? അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട് ഇവർ പണ്ടേ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കതിൽ ആശ്വാസമാണുള്ളത്. കാരണം നേരത്തെ ഇവർക്ക് പരസ്യമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴ് ശുദ്ധാത്മാക്കളായ അല്ലെങ്കിൽ ഇവരുടെ കൂടെ ഇവരുടെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളുടെ പിന്നാലെ പോയ ആളുകൾ അവരൊന്നും ഇവർ പറയുന്ന കാര്യം ധരിക്കില്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യില്ല. മറിച്ച് ഇവരുടെ കാപട്യം അണികൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് വാങ്ങിയത്? എന്തിനാണ് നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ UDFിലേക്ക് കയറി ചെന്നത്? നിങ്ങൾ ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയം എന്താണ്? നിങ്ങൾക്കിത് പിരിച്ചുവിട്ടൂടെ എന്ന് ചോദിക്കുന്നത് ഞങ്ങളൊന്നുമല്ല, RMPയുടെ അണികളാണ്. അതുകൊണ്ട് RMPയുടെ അഭിപ്രായം അവിടെ നിൽക്കട്ടെ. ഒരു നിമിഷം തിരിച്ചു വരാം. ശ്രീമതി രമ, ആ ഒരു രാഷ്ട്രീയ വിഷയത്തിന് RMP മറുപടി നൽകേണ്ടതായി വരില്ലേ? K മുരളീധരൻ എല്ലാവരുടെയും വോട്ടുകൾ സമാഹരിക്കുമെന്ന് പറയുമ്പോൾ K മുരളീധരന് വോട്ട് ചെയ്യേണ്ടി വരുന്ന RMPയുടെ നിലപാട് എതിർക്കപ്പെടേണ്ടതാണ് എന്ന രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെടുകയില്ലേ? ഇത് പറയുമ്പോൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം അങ്ങേയറ്റം നിന്ദ്യമായ കാര്യമാണ്, വലിയ പ്രതിഷേധമുണ്ടാകേണ്ടതാണ്, അത് CPM ആണ് ചെയ്തതെന്ന കാര്യത്തിൽ സംശയമില്ല, അത് ശിക്ഷിക്കപ്പെട്ടതാണ്, ഒക്കെയാണ്. ഈ കൊലപാതകങ്ങൾ, നേരത്തെ P ജയരാജനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്ന കേസ് നടക്കുന്ന ഈ 2 കൊലപാതകങ്ങൾ, കതിരൂർ മനോജിന്റെ വധത്തിലാണെങ്കിലും അരിയിൽ ഷുക്കൂറിന്റെ വധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ലീഗുകാർക്കും BJPക്കാർക്കും ഒക്കെ അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്യാനുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാകുമ്പോൾ RMP ഈ പറയുന്ന രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടായിരുന്നല്ലോ ഉണ്ടായി വന്നത്. അതിൻ്റെ പേരിലായിരുന്നല്ലോ TP ചന്ദ്രശേഖരന് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നത്. പിന്നീടൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവർ ചെന്നെങ്ങനെയാണ് K മുരളീധരന് വോട്ട് ചെയ്യുക എന്ന ചോദ്യം എന്ത് മറുപടിയായിരിക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ നൽകുക? സനീഷേ, ബഹുമാനപ്പെട്ട PM മനോജിന് RMPയോടുള്ള പ്രേമം കാണുമ്പോ വല്ലാത്ത സന്തോഷമുണ്ട്. എന്തൊരു പ്രയാസമാണ് RMPയുടെ സഖാക്കൾ തമ്മിൽ ഇത് ചോദിക്കുന്നു, നിങ്ങളിത് പോകുന്നു എന്ന് ചോദിക്കുന്നതൊക്കെ ചെയ്യുന്നത് എന്തൊരു പ്രയാസമാണ് ബഹുമാനപ്പെട്ട PM മനോജ്. ഏതായാലും ആ പ്രയാസം ഉണ്ടായതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ടോ? നിങ്ങൾ CPMന്റെ വലതുപക്ഷ വ്യതിയാനത്തിൽ തിരിഞ്ഞു വന്ന ആളുകളല്ലേ എന്നുള്ള ചോദ്യം അവിടെയാണല്ലോ നിങ്ങൾ ഉണ്ടായിരുന്നത്. എന്നിട്ടെങ്ങനെ നിങ്ങളിപ്പോൾ വലതുപക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ സനീഷ്. ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയമായാലും ഇടതുപക്ഷ രാഷ്ട്രീയമായാലും അത് സംസാരിക്കാനുള്ള ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ആത്യന്തികമായി ഒരു ജനാധിപത്യം നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് പറയാനും പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവുമാണ് ഉണ്ടാവേണ്ടത്. അതാണല്ലോ ജനാധിപത്യം. ആ ജനാധിപത്യം തകർക്കപ്പെടുന്നിടത്തിൽ അതിനെതിരായിട്ടാണ് നിൽക്കുക. അതിലൊരു സംശയം വേണ്ട. അത് തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയും, ഈ രാഷ്ട്രീയം ഞങ്ങൾ CPM എന്ന് തെറ്റിപ്പിരിഞ്ഞ് RMP ഉണ്ടാക്കി വന്നു 2008. എന്താ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്നറിയാമോ? ആ 2008 മുതൽ ഇന്നലെ വരെ ഞങ്ങൾ നിരന്തരമായിട്ട് ഓരോ നിമിഷവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വലിയ തോതിലുള്ള വ്യാജ പ്രചരണം, കള്ളപ്രചരണങ്ങളും നടത്തി ഞങ്ങൾക്കെതിരെയുള്ള പ്രചരണം CPM നടത്തിക്കൊണ്ട്. ഇതായിരുന്നു CPM ചെയ്യേണ്ടത്. അങ്ങനെ നമുക്ക് സംസാരിക്കാനുള്ള, ഇപ്പം രാഷ്ട്രീയം, ഏത് രാഷ്ട്രീയം പറയാനുള്ള ഒരു മനുഷ്യനുണ്ട്, അതിനുള്ള സാഹചര്യം ഉണ്ടാവേണ്ടത്. നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടത്. അത് ഉണ്ടാവുന്ന തരത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം.
അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇവർ കുറെ കാലമായി പറയുന്നു ഞങ്ങൾ UDF-ന്റെ ബി ടീമാണ്, UDF-ലേക്ക് പോയി. എത്ര കാലമായി ബഹുമാനപ്പെട്ട പനോലി തുടങ്ങിയിട്ട്? നിങ്ങൾ 2008 മുതൽ തുടങ്ങിയതല്ലേ? എല്ലാ കാലത്തും നിങ്ങൾ ഇതല്ലേ പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ UDF-ന്റെ ബി ടീമായി എന്നതിനെ സംബന്ധിച്ച്? അതൊന്നും നിങ്ങൾ അധികം വേവലാതിപ്പെടേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ഒരു UDF-ന്റെ ഭാഗമായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പോകാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യമായിട്ടാണ് ഞങ്ങൾ വടകരയിൽ നിലപാട് പ്രഖ്യാപിച്ചത്. വടകരയിൽ നിലപാട് എന്താ? അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് ഇവിടെ. ഇവിടുത്തെ ജനതയ്ക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. സഖാവ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിനുൾപ്പെടെ മറുപടി പറയാൻ ജന തയ്യാറായിരിക്കുകയാണ്. ആ കൊലപാതകത്തിലുള്ള കാരണക്കാരയാളെയാണ് ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ TP ചന്ദ്രശേഖരനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ സംഘം എവിടുന്നാ വന്നത്? കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ കൊട്ടേഷൻ സംഘം കോഴിക്കോട് ജില്ലയിലെ ആളെ കൊല്ലാൻ വേണ്ടി എങ്ങനെയാ എത്തുന്നത്? P. ജയരാജനായിരുന്നു അന്നത്തെ ജില്ലാ സെക്രട്ടറി, മറക്കരുത്. അതിനുശേഷം നടന്ന ഈ കൊലയാളികളെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CPM എവിടെയാ തയ്യാറായത്? കണ്ണൂരിലാണ് ഇതിന്റെ എല്ലാത്തിനെയും ഗൂഢാലോചന നടന്ന സ്ഥലം. അവിടെയൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് ജയരാജൻ. അപ്പോൾ ആ ജയരാജനകത്ത് പങ്കില്ല എന്ന് എങ്ങനെയാ പറയാൻ കഴിയും? ഇപ്പൊ കോടതി ശിക്ഷിച്ചോ എന്ന് ചോദിക്കും, ഗൂഢാലോചന കേസ് പോയോ എന്ന് ചോദിക്കും. ഞങ്ങൾ ആ കേസ് അപ്പീലാണ്, ആ കേസ് ഹൈക്കോടതിയിലാണുള്ളത്. ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കോടതിയിലാണുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരായുള്ള വിധിയെഴുത്തായിട്ട് വടകര മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞങ്ങൾ ഇവിടെ പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു വോട്ടാണ് ചോദിക്കുന്നത്. കാരണം നമുക്ക് സമാധാനം ഉണ്ടാകണം, സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീമതി രമ താങ്കളിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടെ ചേരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീമതി KK രമ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും താങ്കൾക്കും യോജിപ്പുണ്ടാകും. P. ജയരാജനെതിരായിട്ട് നിൽക്കാൻ മറ്റ് വിവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളുകൾക്കെല്ലാം ഒരൊറ്റ കാരണമുണ്ട്. എല്ലാവർക്കും പൊതുവായി ചില കാരണങ്ങളുണ്ട്. BJP-ക്ക് കാരണമുണ്ട്, കോൺഗ്രസിന്, RMPക്ക്, മുസ്ലിം ലീഗിന് എല്ലാവർക്കും കാരണങ്ങളുണ്ട്. എല്ലാവരും ചേർന്ന് P. ജയരാജനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വോട്ട് കണക്കുകൾ ഈ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള ഭൂരിപക്ഷം, എല്ലായിടങ്ങളിലുമുള്ള ഭൂരിപക്ഷം, ഒരിടത്തൊഴികെ എല്ലായിടത്തുമുള്ള ഭൂരിപക്ഷം വെച്ച് ഈ കണക്കുകളെ വെച്ച് ആ പാർട്ടിയുടെ സകല സംഘടനാ ശേഷിയും ഉപയോഗിച്ച് അദ്ദേഹം വിജയിച്ചു വരികയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആ രാഷ്ട്രീയം പറയാനാകാത്ത വിധം, അദ്ദേഹത്തിനെതിരായ എതിർപ്പ് പറയാനാകാത്ത വിധം വായ മൂടിക്കെട്ടേണ്ടി വരില്ലേ ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിനാകെ തന്നെയും? ഒന്ന്, അതിന് ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് K. മുരളീധരൻ എന്നാണോ വിചാരിക്കുന്നത്? അദ്ദേഹം അവർ ടെലിഫോൺ ലൈനിലില്ല. ഞാൻ തിരിച്ചു വരാം. അവരിപ്പോൾ ഓച്ചിറയിൽ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക കൂടിയാണ്. അവിടെ ഒരു പ്രതിഷേധ സമരമോ മറ്റുകൊണ്ട് അവിടെയാണ് ഉള്ളത്, ഞങ്ങളുടെ ക്യാമറ അടക്കം. ഞാൻ തിരിച്ചു വരാം. ഷിയോ അബ്ദുള്ള, ഈ K. മുരളീധരൻ്റെ വരവ് വടകരയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായിട്ടും അതിശക്തമായ പോരാട്ടമാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. P. ജയരാജനെ വിജയിപ്പിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ശേഷി പ്രകടിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാകുമോ K. മുരളീധരൻ? അല്ല, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുന്തിയ സ്ഥാനാർത്ഥിയാണ് K. മുരളീധരൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അമ്പരപ്പിക്കുന്ന ഒരു അനുഭവമാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചതോടുകൂടി UDF പാളയത്തിൽ മാത്രമല്ല മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാരിലും അത് വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം മതേതരത്വവും മതേതരത്വ വിരുദ്ധവുമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റ് പാർട്ടിയെ നമുക്കൊരു മതേതര വിരുദ്ധ പാർട്ടിയായിട്ട് കാണാൻ കഴിയില്ല. അവർ മതേതരത്വം വിശ്വസിക്കുന്നവരുമാണ്. വലിയൊരളവോളം കോൺഗ്രസ്സുകാരനായ പലപ്പോഴും കൂറുമാറി പെട്ടെന്ന് തന്നെ BJP-യിലേക്ക് പോയി കളയുന്നതായ ഒരു സ്വഭാവമുണ്ട്. വസ്തുത പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏതാണ്ട് 90 MLA-മാരാണ്, നിയമസഭാ സാമാജികരാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മരിച്ച് BJP-യിലേക്ക് പോയി കളഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷത്തിനെ നമ്മൾ വല്ലാതെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തി അടങ്ങൂ എന്ന് തീരുമാനിക്കുകയോ ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ വടകര എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ സംബന്ധിച്ച് P. ജയരാജൻ അദ്ദേഹം ആരെയെങ്കിലും കൊല്ലുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ആരെയെങ്കിലും കൊല്ലാൻ പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ കളങ്കിതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് P. ജയരാജൻ എന്നത് ഈ കേരളത്തിലെ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം. നമ്മൾ പറയാറുണ്ട് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നായകൻ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വേണ്ടാത്ത ഒരു മോശമായ അഭിപ്രായത്തിന് സാധ്യത ഉണ്ടാവരുത്. അദ്ദേഹം ഒരുപാട് സഹിച്ചാളാണ് എന്ന കാര്യമൊക്കെ നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജന്മനാ ഉണ്ടായ വൈകല്യമല്ല അത്. അദ്ദേഹത്തിന് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അനുവർത്തിച്ചതായ ചില നിലപാടുകൾ
ചുരുങ്ങിയത് ആ വക ഈ കൊലപാതകങ്ങളെ ഒന്ന് തള്ളിപ്പറയാൻ പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. അരിയിൽ ഷുക്കൂറിനൊക്കെ അരിഞ്ഞു വീഴ്ത്തിയതായ സംഭവം എന്തുമാത്രം. ഇതെല്ലാം പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന മതേതരത്വ പ്രതിസന്ധിയെ സംബന്ധിച്ച് ജനാധിപത്യത്തിന് സംഭവിച്ചാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ കാലത്ത് നമുക്കുണ്ടായതായ പ്രതിസന്ധികളെ സംബന്ധിച്ച് അതിൻ്റെ നോട്ട് നിരോധനം മുതലായ ഒന്നിൻ്റെ തിരിച്ചടിയെക്കുറിച്ച് നമ്മുടെ ബാങ്കുകളിലെ പണം ഒന്നായി കടത്തിക്കൊണ്ടുപോയി ഓരോരുത്തരും അങ്ങോട്ട് ലണ്ടനിലൊക്കെ പോയിട്ട് ഇങ്ങനെ ബിസിനസ് തുടങ്ങി അവരങ്ങനെ ഈ വിരാജിക്കുന്നതൊക്കെ കാണുമ്പോൾ അതൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്തിനാണ് CPM പി ജയരാജനെ തന്നെ ബോധപൂർവം വടകര സ്ഥാനാർത്ഥിയാക്കിയത്? ഒരു പക്ഷേ അദ്ദേഹം ഈ വരാൻ പോകുന്നൊരു കേസിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കൊലപാതകത്തിൻ്റെ ഗൂഢാലോചന അതിൽ അദ്ദേഹം പിന്നെ കുറ്റ ആരോപിതനാണ്. അത് വാക്കുകൾ സൂക്ഷിച്ച് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തെ പറ്റി നമ്മളത് കൊലപാതകി എന്നോ അല്ലെങ്കിൽ മറ്റേ രക്തം കുടിക്കുന്നതെന്നൊന്നും വിളിച്ച് പറഞ്ഞുകൂടാ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അങ്ങനത്തെ ആ മനുഷ്യനെ നിർത്തുന്നതിലൂടെ ഇത്തരത്തിലുള്ള ചർച്ചകളാണല്ലോ വരുന്നത്. മറ്റൊരു നിയോജകമണ്ഡലത്തിലും ഇല്ലാത്തൊരു ചർച്ച. ഇതിനെന്തിന് CPM ഇങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി? പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ ജയിലൊരു 1ാം തരം A ക്ലാസ് റൂം കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് കൊടുത്തത്. അത് നമ്മൾ വിശ്വസിച്ചുകൂടാ. നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ, അതായത് UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഈ ദിവസം ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം, ആ വ്യക്തിക്ക് മേലുള്ള കളങ്കം, ആരോപണങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്ന് പറയുമ്പോഴും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വലിയ രാഷ്ട്രീയ വിഷയങ്ങളില്ലേ? ഈ തെരഞ്ഞെടുപ്പ് അങ്ങോട്ടേക്ക് പോകുന്തോറും അതുപോലെ പ്രധാനമായ ഒരു മണ്ഡലത്തിനകത്ത് മറ്റു വിഷയങ്ങൾ കയറി വന്ന് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ എന്നതിൽ നിന്ന് മാറിപ്പോവുക എന്നത് ഉണ്ടാവുകയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ മറ്റെല്ലായിടത്തു നിന്നും മാറി നിന്ന് നിർണായകമാവുക ഈ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം, പി ജയരാജൻ എന്ന സ്ഥാനാർത്ഥി എന്ന കാര്യം മാത്രമായിരിക്കും എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഷിയോ അബ്ദുള്ള. തീർച്ചയായും അങ്ങനെ വിചാരിക്കണം. കാരണം ഇവിടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചുരുക്കം ചില മണ്ഡലങ്ങൾ, ഒരുപക്ഷേ തിരുവനന്തപുരം, പത്തനംതിട്ട മുതലായ മണ്ഡലങ്ങളിൽ സവർണ ഫാസിസം അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിലൂടെ നമ്മുടെ രാജ്യം അഭികരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ പോകുന്നതായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ചർച്ച ചെയ്യാം. ഈ 2-3 മണ്ഡലങ്ങളെ മാറ്റി നിർത്തിയാൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് നിർത്തി ഇവിടുത്തെ ഇടതുപക്ഷത്തിന് നമ്മൾ വെറുതെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്രമിക്കില്ല. നമുക്കൊക്കെ അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ളതുകൊണ്ട്. പക്ഷേ ഈ വടകരയൊക്കെ എത്തുമ്പോൾ സ്ഥിതി ആകെ മാറും. ഇപ്പം മാറിയല്ലോ. കെ മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതോടുകൂടി എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നില്ല, അതിൽ കടന്ന് എന്തെല്ലാം കളിക്കുന്നത്, കുട്ടികൾ എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വടകര ഈ TP ചന്ദ്രശേഖരൻ്റെ വിട്ട് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്ന, അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ, 51 വിട്ട്, അതുപോലെ മരണം, ഷുക്കൂറിൻ്റെ വധം, ഇപ്പോൾ 8:30 പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വളരെ പെട്ടെന്ന് വരാം. അവരിലേക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചതിന് ശേഷം. അവരിപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. അവർ ഈ കോലീബി ആരോപണം പോലുള്ളവ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ നേരിടുക എന്നൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മറ്റൊരിടത്ത് പോകേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാം ഷിയോ അബ്ദുള്ള താങ്കളിലേക്ക്. ശ്രീ PM മനോജ്, ഇവിടെ കതിരൂർ മനോജ് വധം, BJP നേതാവാണ് അദ്ദേഹത്തിൻ്റെ വധത്തിൽ പി ജയരാജൻ പ്രതിയാണ്. അരിയിൽ ഷുക്കൂർ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു. ആ കൊലപാതകത്തിൽ പി ജയരാജന് നേരെ ആക്ഷേപമുണ്ട്, കേസിലുണ്ട് അദ്ദേഹം. അങ്ങനെ BJPക്കാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും TP ചന്ദ്രശേഖരൻ്റെ കാര്യം അവർ പറഞ്ഞു KK രമ, അവർക്കും കാരണങ്ങളുണ്ട്. വിവിധ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വെച്ചുപുലർത്തുന്ന, പരസ്പരം പോരടിക്കുക പോലും ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം പി ജയരാജൻ എന്ന സ്ഥാനാർത്ഥിയോട് വിദ്വേഷമുണ്ട്. അതിനവർക്ക് കാരണങ്ങളുണ്ട്, സോളിഡായിട്ടുള്ള കാരണങ്ങളുണ്ട്. കേസ് എന്ന കാര്യത്തെ മാത്രം പരിഗണിച്ചാൽ മതി. അദ്ദേഹത്തെ കൊലപാതകി എന്ന നിലയ്ക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ കേസ് എവിടെയുണ്ട് എന്നതുകൊണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് വോട്ട് ചെയ്യുക എന്നത് രാഷ്ട്രീയമായിട്ടെന്തോ ശരിയല്ലാത്ത കാര്യമാണ് എന്ന് ഉള്ള പ്രചാരണം, അങ്ങനെ അതിനെ മറികടക്കാനുള്ള ശ്രമം വിജയിക്കും എന്ന് എന്തുകൊണ്ടാണ് കരുതുന്നത്? അല്ല, ഇന്ന് ഞങ്ങൾ പറയുന്നില്ല എല്ലാവരും ചേർന്ന് വോട്ട് ചെയ്താൽ ഞങ്ങളെന്തോ പേടിച്ചു പോയി എന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല, പറയാൻ പോകുന്നുമില്ല. കാരണം വടകരയെ നമുക്കറിയാലോ. വടകര ശ്രീ അബ്ദുള്ള പറയുമ്പോൾ, വടകരയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അത് രത്നസിംഗിൻ്റെ പേരാണ്. 1991 കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തിൻ്റെ പേരാണ്. അന്ന് KP ഉണ്ണികൃഷ്ണനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും BJP ലീഗ് ഒന്നിച്ച് ഒറ്റക്കെട്ടായി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തി വടകരയിൽ. ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ആ മണ്ഡലത്തിൽ, അത് ശരിയാണ്. എന്തായിരുന്നു ഫലം?
ആ ഫലം വടകരയിലെ ജനങ്ങൾ ഇപ്പോഴല്ല, 2004 അല്ല, 2009 അല്ല, 2014 അല്ല, അന്ന് കൃത്യമായി വടകരയിലെ ജനങ്ങൾ വിധി എഴുതി ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ട് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന്. ആ ഒരു പാരമ്പര്യം വടകരയ്ക്കുണ്ട്. പിന്നെ അടുത്തത് ഇപ്പോൾ അദ്ദേഹം വളരെ മനോഹരമായി, ശ്രീ ഒ അബ്ദുള്ള വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദുരുദ്ദേശം അതിൽ പറഞ്ഞു വെച്ചു. ഇടതുപക്ഷം നല്ലതൊക്കെയാണ്, പക്ഷേ ജയരാജൻ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ എന്ന് പറയാൻ പറ്റുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരാണ്? ഒന്നാമത്തെ പേര് പി ജയരാജൻ്റെതാണ്. പി ജയരാജൻ സ്വന്തമായിട്ട് കൈവെട്ടി കളഞ്ഞൊന്നുമല്ല. RSSകാർ 1999 തിരുവോണ നാളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ചെന്ന് വെട്ടിക്കളഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കയ്യും കാലും ഒക്കെ. അദ്ദേഹം 2-3 തവണ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമായി. എന്തിനാ? ഈ മരുന്ന്, ഈ ശരീരം തകർന്നതിൻ്റെ ഭാഗമായിട്ട് മരുന്ന് ഉപയോഗിച്ചിട്ട് ഞരമ്പുകൾ പോലും സൂക്ഷിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന രക്തസാക്ഷി. ആ ജയരാജനെ അദ്ദേഹം ആക്രമിക്കപ്പെട്ട കാര്യം ഒന്നും ഓർമ്മിക്കാതെ അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? കേസുകളിൽ പ്രതിയായി എന്ന് 2-3 കേസ് പറഞ്ഞല്ലോ. ഒന്ന് അരിയിൽ ഷുക്കൂർ കേസാണ്. അരിയിൽ ഷുക്കൂർ കേസിൽ പി ജയരാജനെയും TV രാജേഷിനെയും പ്രതിയാക്കാൻ വേണ്ടി 2 വ്യാജ സാക്ഷികളെ ലീഗ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയും ആ സാക്ഷികൾ തന്നെ ഞങ്ങൾ അവിടെ കണ്ടിട്ടില്ല, പോയിട്ടില്ല എന്ന് പറയുകയും ചെയ്ത കഥ നമുക്കെല്ലാം അറിയാം. അവസാനം ആ പോലീസ് അന്വേഷണത്തിൽ ഇതെല്ലാം തകർന്നപ്പോൾ സാക്ഷികൾ പിന്മാറിയപ്പോൾ CBIയെ കൊണ്ടുവന്ന് ജയരാജനെ വേട്ടയാടാൻ നോക്കി. മറ്റേ കേസ് ചന്ദ്രശേഖരൻ കേസിൽ ഇതുവരെ ജയരാജനെതിരെ ഒരു തുരുമ്പ് തെളിവ് പോലും, അതായത് UDF ഭരിക്കുന്നു, CBI ഉണ്ട്, CBI അന്വേഷിക്കാം, അതുപോലെ UDFൻ്റെ പോലീസ് അന്വേഷിച്ചു, ഒരു തുരുമ്പ് തെളിവ് ജയരാജനെതിരെ ആർക്കും പറയാൻ കഴിഞ്ഞില്ല ഈ ആരോപണങ്ങളല്ലാതെ. അത് കഴിഞ്ഞ് ഇപ്പോൾ അവസാനം വന്ന മനോജ് വധക്കേസിൽ പോലും ജയരാജനെതിരെ തെളിവൊന്നുമില്ല. ജയരാജനെ ആക്രമിക്കാൻ പോയ സംഘത്തിൽ മനോജ് ഉണ്ടായിരുന്നു എന്ന കാരണം പറഞ്ഞ് ജയരാജനെ പ്രതിയാക്കാൻ BJP ശ്രമിച്ചു. BJP നയിക്കുന്ന ഗവൺമെൻറ് CBI. ആ CBI ആണ് രാജ്യത്തെ അനേകം ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ ജയിലിലടക്കുന്നത് ഒരു കാരണവുമില്ലാതെ. അവരെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നത് CBI കൂട്ടിലടച്ച തത്തയാണെന്ന് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്താണ് പറഞ്ഞതെങ്കിൽ ഇന്ന് BJPയുടെ രാഷ്ട്രീയ ആയുധമായി CBI മാറിയിരിക്കുന്നു എന്നത് എനിക്കും അറിയാം, ശ്രീ അബ്ദുള്ളക്കും അറിയാം. അപ്പോൾ അങ്ങനെ അത്തരം BJPയുടെ രാഷ്ട്രീയ ആയുധമായ CBI പി ജയരാജനെ കേസിൽ കുടുക്കിയാൽ അതാണ് ശരിയെന്ന് ഒ അബ്ദുള്ള ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ ഞാനെന്ത് പറയാനാണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ഞങ്ങൾക്കുള്ളത് പി ജയരാജൻ. ഈ ആരോപണങ്ങളൊക്കെ പി ജയരാജനെതിരെ ഇന്ന് ഉയർന്നതല്ല, ഇന്നലെ ഉയർന്നതല്ല, കുറേ കാലമായി. പി ജയരാജൻ വെട്ടേറ്റ് മരിക്കാൻ കിടക്കുമ്പോഴും പറഞ്ഞത് ട്രാൻസ്ഫോർമറിന് തകർക്കുമെന്നാണ് BJP പറഞ്ഞത്. ശരി, അതുപോലെ പി ജയരാജൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്നാണ് BJPയും RSS നാടാകെ പ്രചരിപ്പിച്ചത്. അതാണ് ഞാൻ തിരിച്ചു വരാം ശ്രീ PM മനോജ് താങ്കളിലേക്ക്. ശ്രീ ഒ അബ്ദുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അശേഷം ഭയമില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ഒ അബ്ദുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ മണ്ഡലത്തിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക എന്ന് നമുക്കറിയാം. ഈ കെ മുരളീധരനിൽ ആര് വന്നാലും എതിരാളികൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളിൽ പിടിക്കും ഞങ്ങളെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പി ജയരാജൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വളരെയേറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി തൊട്ട് ശബരിമല വിഷയം വരെ, ശബരിമലയുടെ രാഷ്ട്രീയ വിഷയങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരുപാടുള്ള ഒരു തെരഞ്ഞെടുപ്പുമാണ് ഇത്. പി ജയരാജന് മേലുള്ള അക്രമ രാഷ്ട്രീയത്തിൻ്റെ വിഷയം മാത്രം എന്നതിലേക്ക് ഒതുക്കി നിർത്താൻ മറ്റെല്ലാ പാർട്ടികളും ശ്രമിച്ചാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു സംഘടനാ മെഷീനറി ഈ പാർട്ടിക്ക് ഉണ്ടാവുകയില്ലേ? അതായത് ഇത്രമാത്രം വലിയ വിഷയങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, രാഷ്ട്രീയമായിട്ട് വലിയ ഇളക്കങ്ങളുള്ള ഈ മണ്ഡലത്തിൽ നടക്കേണ്ടത് എന്നത് സ്ഥാപിക്കാൻ അവരുടെ മിഷണറിക്ക് സാധിക്കുകയില്ലേ? അതിനു മുന്നിൽ കെ മുരളീധരൻ്റെ സങ്കല്പങ്ങൾ, കോൺഗ്രസിൻ്റെ സങ്കല്പങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെടുമോ? അങ്ങനെ ചോദിച്ചാൽ പിന്നെ പശ്ചിമ ബംഗാളിൽ 36 കൊല്ലം തുടർച്ചയായി ഭരിച്ചു. ആരൊക്കെ? ജ്യോതിബാസ് മുതൽ പിന്നെ ആരായിരുന്നു മുഖ്യമന്ത്രി അവസാനത്തെ. ഇവരുടെ വലിയൊരു മെഷീൻ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ പിൽക്കാലത്തുണ്ടായ ഒന്നാണ്. അവർക്ക് അവിടെ ഒരു സ്ഥലത്ത് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. സംഘടനാ കെട്ടുറപ്പും ഭദ്രതയും വലിയ വലിയ നേതാക്കന്മാരും മഹാന്മാരും ഒക്കെ ഉള്ളതായ ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് പറയത്തക്ക പേരിന് പോലും ഒരു പ്രതിപക്ഷം ഉണ്ടായില്ല.
പക്ഷേ പാർട്ടി പ്രവർത്തകരുടെ സെൽ സെക്രട്ടറിമാരുടെ അവരുടെയൊക്കെ മേധാവിത്വവും അവരുടെയൊക്കെ ദുർഭരണവും ഭരണകൂടത്തിലുള്ള ഇടപെടലുകളും വികസന കാര്യത്തിലുള്ള വൈമുഖ്യവും വികസനത്തെ കാര്യത്തിലെ വൈമുഖ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊക്കെ അവിടെ പോയിട്ട് ഒരു പ്രദേശം ഇങ്ങനെ കിലോമീറ്ററുകൾ കണക്കിൽ ഒരു വൈദ്യുതി വെളിച്ചം പോലും കാണാൻ കഴിയുന്നില്ല, ഒരു സ്കൂളില്ല. അവിടെ നിന്ന് എൻ്റെ അടുത്ത ബന്ധു, എൻ്റെ മീഡിയ മണ്ണിൻ്റെ എഡിറ്റർ അബ്ദുറഹ്മാൻ, അയാൾ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞ കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ MP-മാർക്ക് ഫണ്ടില്ലേ, അല്ലെങ്കിൽ MLA-മാർക്ക് ഫണ്ടില്ലേ, ഒരു റോഡ് ഉണ്ടാക്കി കൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ബൾബ് ഇവിടെ ഈ വഴിയിലൊന്നും പിടിപ്പിച്ചു? അതൊക്കെ ബംഗാളിലെ കാര്യങ്ങളല്ലേ, വടകരയിലും കേരളത്തിലും അതല്ല സ്ഥിതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ പേരിലൊന്നും പറഞ്ഞ് ഇടതുപക്ഷത്തെ തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലില്ലല്ലോ. ചോദ്യജാതിയാണല്ലോ. അതെ, പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ, ശരി, പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂലേ എന്ന് ചോദിച്ചാൽ കഴിയൂല എന്നതിന് ഉദാഹരണം ഞാൻ പറയുന്നത്. അല്ലല്ല, ഞാൻ ചോദിച്ചത് അതായിരുന്നില്ല ശ്രീ അബ്ദുള്ള, ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. അതായത് നിരവധിയായിട്ടുള്ള ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിനകത്തേക്ക് കടക്കുമ്പോൾ ഈ P. ജയരാജൻ എന്ന സ്ഥാനാർത്ഥിയിലും അക്രമ രാഷ്ട്രീയം എന്ന ഒറ്റ പോയിന്റിലുമായിട്ട് പിടിച്ചു നിർത്താൻ ഈ പ്രതിപക്ഷത്തുള്ള, എന്ന് വെച്ചാൽ ജയരാജന്റെ എതിർപക്ഷത്തുള്ള എല്ലാ പാർട്ടികൾക്കും സാധിക്കുമോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അങ്ങനെ വന്നാൽ രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ആ മണ്ഡലം ഈ ഒറ്റ പോയിന്റിൽ മാത്രം ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്നത് എത്രത്തോളം പ്രസക്തിയുള്ള അല്ലെങ്കിൽ എത്രത്തോളം സാധ്യമായ കാര്യമാണ് എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അതാണ് ചോദ്യമെങ്കിൽ ഈ കേരളത്തിലെ മറ്റെല്ലാ നിയോജകമണ്ഡലങ്ങളിലും ചർച്ച ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നതായ ഒരു ഇര നമ്മുടെ മുമ്പിൽ ഒന്ന് ചാടുക. ആ ഇരയെ പിടിക്കാനാകട്ടെ വളരെ വൈകിയാണെങ്കിലും കോൺഗ്രസ് നിശ്ചയിക്കുന്നത് ഒന്നാം തരം വേട്ടമൃഗത്തെ, അതായത് K. മുരളീധരൻ ഒന്നാം തരം ഒരു സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹത്തെ ഈ ഒരു ജയരാജനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ജനാധിപത്യ രീതിയിൽ കഥ കഴിക്കണം എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ചവരാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ CPM അല്ലാത്ത എല്ലാവരും. അതിൽ K. രമ മാത്രമല്ല ഉള്ളത്. K. രമയുടെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഐഡിയോളജിക്കലായിട്ട് ഇവരൊക്കെ ഒന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചെയ്ത ക്രൂരത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴാൻ മാത്രം വലിയ ക്രൂരതയാണ്. ആ ക്രൂരത സഹിക്കാൻ കഴിയില്ല പൊതുമനസാക്ഷിക്ക്, കേരളീയ പ്രബുദ്ധതയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. നേരത്തെ താങ്കളോട് പറഞ്ഞ ആൾ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ അത് നൽകാൻ ജനാധിപത്യം അനുവദിച്ചതായ ഈ ഒരു അവസരത്തെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ എല്ലാവരും ഏകാന്തമാണ്. അതിനാൽ തന്നെ വടകര നിയോജകമണ്ഡലത്തിൽ മറ്റെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് വിപത്ത്. ആ വിപത്തിനെ നേരിടുന്ന കാര്യത്തിൽ ഇവിടെ കോൺഗ്രസും CPM ഒക്കെ ഒരു പക്ഷത്താണ്. പലയിടങ്ങളിൽ അവർ കൂട്ടുകെട്ടിലേക്ക് നീങ്ങുകയാണ്. ബംഗാളിലടക്കം കോൺഗ്രസും CPM ഒക്കെ ഒരു ഐക്യപന്യായി നീങ്ങാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ലാത്തടത്ത് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെങ്കിൽ പിന്നെ അക്കാര്യം ഇവിടെ വല്ലാതെ ചർച്ച ചെയ്യേണ്ടിയില്ലല്ലോ. അതാണ്, അത് മതിയായ ഒരു വിശദീകരണമാണ് താങ്കളുടെ ഭാഗത്ത് കിട്ടുന്നത്, മതിയായ വിശദീകരണമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, K. മുരളീധരൻ വന്നു, വടകരയിൽ ആരാണ് വരിക എന്നത് അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കി. ചില പുതിയ ആൾക്കാരുടെ പേരൊക്കെ കേട്ടു. ഒടുവിൽ K. മുരളീധരൻ എന്ന വലിയ മുതിർന്ന നേതാവ് തന്നെ വന്നിരിക്കുന്നു. വലിയ പോരാട്ടമായിരിക്കും, വിജയിക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ വിചാരിക്കുകയും ആത്മവിശ്വാസത്തോടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ അവിടെ ഇതിനകം വന്ന വിശകലനങ്ങളിൽ തന്നെയും P. ജയരാജനെതിരായിട്ട് BJPയുടെയും RMPയുടെയും മുസ്ലിം ലീഗിൻ്റെയും ജനതാദളിൻ്റെയും ഒരു ഭാഗം അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രവർത്തകരടക്കമുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് വോട്ടുകൾ എല്ലാം ചേർന്ന് K. മുരളീധരന് കിട്ടും എന്നതാണ് ആ ഭാഗത്തു നിന്നുള്ള സന്തോഷത്തിന് അടിസ്ഥാനമായിട്ട് പലയിടങ്ങളിലും കാണുന്നത്. അങ്ങനെ BJP തൊട്ട് മുസ്ലിം ലീഗ് വരെയുള്ള ആളുകൾ ഒന്നിച്ചു നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതിൽ രാഷ്ട്രീയമായിട്ട് അധാർമികതയുണ്ടാകും എന്ന ആക്ഷേപം പിന്നീട് വരികയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും വിശദീകരിക്കപ്പെടുക? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മനുഷ്യന് ജീവിക്കണോ വേണ്ടയോ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെടണോ വേണ്ടയോ. കൊല്ലപ്പെടണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചാൽ അതിന് ആദ്യം തളയ്ക്കേണ്ടത് ഈ ശ്രീ P. ജയരാജനെയാണ്. ഈ ചർച്ചയിൽ പോലും CPM നേതാവ് പറഞ്ഞു വയ്ക്കുക, ശ്രീ PM മനോജ് പറഞ്ഞു വയ്ക്കുന്നത് ജയരാജൻ അങ്ങനെ ആരെയും കൊന്നിട്ടില്ല, ജയരാജനെതിരെ തരുമ്പ് തെളിവില്ല, ജയരാജൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ശ്രീ PM മനോജെ, ഞാൻ കൊല്ലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാ. ഞങ്ങൾക്ക് CPM ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഇന്ന് വരെ ഞങ്ങളാരും അദ്ദേഹം കൊല നടത്തുന്നോ അക്രമം നടത്തുന്നോ പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തും ഉണ്ട്. ഈ കേരളത്തിലെ ബാക്കി 13 ജില്ലകളിൽ CPM ജില്ലാ സെക്രട്ടറിമാരുണ്ട്. അവരാരും കൊല നടത്തുന്ന ഞങ്ങൾ പറയാത്ത എന്താ? നാട്ടുകാർ പറയാത്ത എന്താ? കാരണം ഒന്നേ ഉള്ളൂ,
പി ജയരാജനാണ് സകല അക്രമങ്ങൾക്ക് കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് പകൽ പോലെ അറിയാം. പിന്നെ പിടിക്കുന്നില്ല, നീതിയുടെ നിയമത്തിന്റെ കരകളിൽ നിന്ന് പലപ്പോഴും വഴുതി പോകുന്നു. കണ്ണൂരിലെ മാഫിയ രാഷ്ട്രീയം എന്ന് തന്നെ പറയും, ക്രിമിനൽ മാഫിയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സാക്ഷികളെ നിശബ്ദരാക്കിക്കൊണ്ട് തെളിവുകൾ ഇല്ലാതെയാക്കിക്കൊണ്ട് കുറെ കാലം അങ്ങ് വിലസി. പക്ഷേ നിയമം എന്നും കണ്ണടച്ചിരിക്കില്ല. മുകളിലൊരാളുണ്ട് ഇതെല്ലാം കാണുന്നത്. CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, RMP ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയാലും രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊന്നെടുക്കുമ്പോ ആ കൊന്നെടുക്കുന്നത് തെറ്റാണെന്ന് പറയുവാൻ 1000 നാവുകളല്ല 1000 നാവുകൾ വരും. ആ നാവുകളുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കുന്നത്. നിങ്ങളങ്ങനെ ശ്രീ കെ മുരളീധരനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യൊന്നും വേണ്ട. കേരള രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ് രാഷ്ട്രീയത്തിന്റെ സകല നേരായ വഴികളിലൂടെ പോയിട്ടുണ്ട്. അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നത് വെച്ചിട്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തെ വിലയിരുത്തിയാൽ നിങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയില്ല. ജനം അതിന് മറുപടി തരും. പിന്നെ നിങ്ങൾക്ക് പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ ഇവിടെ ഉണ്ട്. ഒറ്റ അസംബ്ലിയെ ഞങ്ങൾക്കുള്ളു. പക്ഷെ ഒന്നുണ്ട്, ജനാധിപത്യത്തിൽ ജനങ്ങൾ ആഞ്ഞ് ഒരു നിമിഷം തീരുമാനിച്ചാൽ മതി. ഏപ്രിൽ 23 എന്നൊരു ദിവസം വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ വിശ്വാസികളടക്കം ഒരു മിനിറ്റ് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ അക്രമവും രാഷ്ട്രീയവും ഞങ്ങൾ അക്രമം കൊണ്ടല്ല നേരിടുന്നത്. ഞങ്ങൾ നേരിടുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെ, വോട്ടിങ്ങിലൂടെ, സമ്മതിദാന അവകാശത്തിലൂടെയാണ്. 1969 വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നത് മുതൽ ഇങ്ങോട്ട് 2019 ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃപേഷിനെയും ശരത്ലാലിനെയും ഏറ്റവും അവസാനം കൊന്നു തള്ളിയത് വരെയുള്ള CPM കൊല ചെയ്ത ആളുകളുടെ എണ്ണം നോക്കിയാൽ പല പാർട്ടിക്കാരും ഉണ്ടാകും. രാഷ്ട്രീയമായിട്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരും. അത്തരം ആക്ഷേപങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഘടകമാവുകയും ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ നമ്മുടെ മുന്നിലുള്ള വോട്ട് കണക്കുകൾ കൂടെ ഒന്ന് നോക്കണ്ടേ ശ്രീമതി ബിന്ദു കൃഷ്ണ? അവിടെ 2014 AN ഷംസീർ എന്ന താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള പുതുമുഖമായിട്ടുള്ള ആൾക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന അതിശക്തനായിട്ടുള്ള നേതാവ് 3306 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76,991 വോട്ടിൻ്റെ ലീഡ് ഈ പറയുന്ന ഇടതുപക്ഷത്തിനുണ്ട്. 76,991 എന്ന ലീഡ് അവിടെ ഇടതുപക്ഷത്തിനുണ്ട്. ഇവിടെ ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒന്നുകൂടെ മത്സരിക്കാൻ മടിച്ചു മാറി നിൽക്കുന്നു. കെ മുരളീധരൻ അവിടേക്ക് വരുന്നു. ഒപ്പം ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന അവിടെ നല്ല ശക്തിയായിട്ടുള്ള ജനതാദൾ എന്ന പാർട്ടി ഇപ്പോൾ അവർക്കൊപ്പമാണ്. ഈ പറയുന്ന രാഷ്ട്രീയമായ വിഷയം ശരി തന്നെ. ഈ അദ്ദേഹത്തിനെതിരായുള്ള ആക്ഷേപങ്ങൾക്ക് എല്ലാവർക്കും കാരണങ്ങളുണ്ട്. അതിശക്തമായിട്ട് നിന്ന് പോരാടി തോൽപ്പിക്കുകയും വേണം. കെ മുരളീധരൻ ശക്തമായ നേതാവുമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കണക്കുകൾ, നമ്പേഴ്സ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഈ നമ്പറിനെ മറിച്ചിടുക കെ മുരളീധരനെ കൊണ്ട് എങ്ങനെ സാധ്യമാകുമെന്നാണ് ഒരു കക്ഷി ഇപ്പുറത്തായിരിക്കെ? ശ്രീ കെ മുരളീധരൻ ഒരു പ്രതിനിധി മാത്രമാണ്. അതൊരു രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധിയാണ്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന മാനവികതയുടെ പ്രത്യയശാസ്ത്രമാണ്, മനുഷ്യത്വത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിന് മുന്നില് ശ്രീ സനീഷ്, താങ്കൾ മുന്നോട്ട് വെച്ച ഈ കണക്കുകളുണ്ടല്ലോ, കണക്കുകളൊക്കെ അപ്രസക്തമാകും. അതല്ലെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും? മറ്റൊരു കാര്യം, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം മത്സരിക്കാതെ മാറി നിന്നത് താങ്കൾ വിശ്വസിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, മറ്റൊരു കാര്യം കൊണ്ടുമല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പൊതു തെരഞ്ഞെടുപ്പിന് ചെയ്തു തീർക്കുവാൻ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി ആ നേതാവ് ചുരുക്കപ്പെടരുത് എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ കേരളത്തിൽ ഒരുപാട് പേര്, വിശേഷിച്ച് CPM-കാർ പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അന്നേ ഞങ്ങൾ പറഞ്ഞു ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമെന്ന്. മാസ് എൻട്രി അല്ലേ നടക്കുന്നത് ശ്രീ കെ മുരളീധരന്റേത്? തീർച്ചയായും വടകരയിലെ ജനങ്ങൾ, താങ്കൾ സൂചിപ്പിച്ച പോലെ ജനതാദൾ അപ്പുറത്താണെങ്കിലും പിടിച്ചു കൊണ്ടുപോയി ഒരുപാട് മോഹിപ്പിച്ച് വഴിയിൽ ഉപേക്ഷിച്ചില്ലേ ആ ജനതാദളിനെ? പാവം വീരേന്ദ്രകുമാർ സാറ് അത്രയും പ്രായത്തിൽ അദ്ദേഹത്തെ എന്തിനാ ഇങ്ങനെ അപമാനിച്ചത്? ആ അപമാനത്തിന് അവര് പകരം തീർക്കാതിരിക്കുവോ? ആ എത്രയോ പേർ പരസ്യമായി, മനേത് ചന്ദ്രൻ അടക്കമുള്ളവർ എത്രയോ പേർ പരസ്യമായി നിലപാടെടുത്ത് നമ്മൾ കണ്ടതല്ലേ? ഇനിയിപ്പോ ഞാൻ സൂചിപ്പിച്ചല്ലോ, മാർക്സിസ്റ്റുകാർ അടക്കമുള്ളവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പി ജയരാജന്റെ ക്രൂരത എന്ന് തന്നെ അടിവരയിട്ട് പറയാം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച, വേറെ ആരെ കുറിച്ച് പറയുന്നത്, കണ്ണൂരിൽ തന്നെ എത്ര നേതാക്കന്മാരുണ്ട് മാർക്സിസ്റ്റുകാർ? എല്ലാ പാർട്ടിയിലെയും നല്ല മനുഷ്യരെ നമ്മൾ പ്രത്യേകം കാണണം. അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ അഭിനന്ദിക്കണം. അതിന് പകരമായിട്ട്
കേരള രാഷ്ട്രീയത്തിൽ കൊലപാതകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തിരിച്ച് CPM പ്രതിനിധി പറയാൻ സാധ്യതയുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ 547 ആളുകളെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നമുക്ക് അദ്ദേഹത്തിന് സമയം നൽകാം. ഞാൻ തിരിച്ചു വരാം ശ്രീമതി ബിന്ദു കൃഷ്ണ. ശ്രീ PM മനോജ്, ഇവിടെ കണക്കുകൾ അപ്രസക്തമാകും, വോട്ട് കണക്കുകൾ അപ്രസക്തമാകും. K മുരളീധരൻ വന്നതോടുകൂടി അവിടെ കണക്കുകൾ മാത്രമല്ല മറ്റുള്ളയിടങ്ങളിലെ രാഷ്ട്രീയ വിഷയങ്ങളും അപ്രസക്തമാകും, അല്ലെങ്കിൽ പിന്നോട്ട് പോകും. അവിടെ ഒറ്റ വിഷയമേ ഉണ്ടാവുകയുള്ളൂ, P ജയരാജൻ, അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള പങ്ക്. ജനം കാത്തിരിക്കുന്ന ഒരു ഇരയെ കിട്ടിയിരിക്കുകയാണ്. ശ്രീ O അബ്ദുള്ള പറഞ്ഞതുപോലെ വടകരയിൽ വോട്ടർമാർക്ക് മുന്നിൽ ആ ഇരക്ക് മേൽ അതിശക്തനായ ഒരു വേട്ടക്കാരനെ കോൺഗ്രസ് വെച്ചുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പരാജയം ഉറപ്പാണ് P ജയരാജന്. എനിക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ഈ O അബ്ദുള്ള എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു മാധ്യമത്തിൻ്റെ എഡിറ്റർ O അബ്ദുറഹ്മാനാണെന്ന്. ഇദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിലൊരു പ്രശ്നം, അദ്ദേഹം ഇരയും വേട്ടക്കാരനും ആണെന്ന് പറഞ്ഞു. കറക്റ്റാണ്. P ജയരാജനെ ഇരയാക്കാൻ ഇവർ കുറേ ആൾ ശ്രമിക്കുന്നുണ്ട്, അതിന് വേട്ടക്കാരെ നിയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് ആരോപണം വന്നിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ ഇതുവരെ ഞങ്ങളുടെ പാർട്ടിക്കാരെ ഞങ്ങൾ കൊല്ലുന്നു എന്നൊരു ആരോപണം വന്നില്ല. ഇപ്പോൾ ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ പറയുന്നത് കേട്ടു P ജയരാജന് അങ്ങനെ ഇങ്ങനെ കുഴപ്പമെന്ന്. പക്ഷേ ഒറ്റ ജില്ലയിൽ, തൃശ്ശൂർ എന്ന ഒറ്റ ജില്ലയിൽ സ്വന്തം പാർട്ടിക്കാരായ 3 പേരെ നിഷ്കരണം കൊന്നത് ബിന്ദു കൃഷ്ണ CPM അല്ല, കോൺഗ്രസ് ആണ്. പേര് മധു ഈച്ചരത്ത്, ലാൽ കൊള്ളന്നൂർ, ഹനീഫ. ഈ 3 പേരെ കൊന്നത് 3 പേരും കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസിന്റെ പ്രമുഖ പ്രവർത്തകരാണ്. കൊന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇന്ന് വരെ ഇവരുടെ ഒന്നും വീട്ടിൽ ഒരു കോൺഗ്രസ്സുകാരും കയറി ചെന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ മുരളീധരൻ എന്തോ അങ്ങ് ഇറങ്ങി വന്ന മുരളീധരനല്ലേ ഈ ഉണ്ണിത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ, കാസർഗോഡ് സ്ഥാനാർത്ഥിയാണ്. ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, അത് സഭ്യമല്ല. ശ്രീമതി ബിന്ദു കൃഷ്ണയെ പോലെയുള്ള ഒരാൾ ഇരിക്കുന്ന വേദിയിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങളുടെ കാസർഗോഡ് സ്ഥാനാർത്ഥിയായ ഉണ്ണിത്താൻ മുരളീധരനെ കുറിച്ച് പറഞ്ഞത്. അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതിന് ഞാനിവിടെ പറയുന്നില്ല, മോശമല്ലേ നമ്മൾ തമ്മിൽ പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മുരളീധരൻ ആണ് ഉണ്ണിത്താൻ്റെ മുണ്ടൂരിക്കാൻ കുണ്ടകളെ പറഞ്ഞു വിട്ടത്. ഞാനല്ല പറഞ്ഞത്, ഉണ്ണിത്താനാ പറഞ്ഞത്. അപ്പം ഇങ്ങനെ സ്വഭാവശുദ്ധിയിൽ ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഞാൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ എതിരായ പ്രതീകാത്മക മത്സരമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയാത്ത O അബ്ദുള്ളയും ഞാനും ഒക്കെ വിശ്വസിക്കുമെന്ന് ബിന്ദു കൃഷ്ണ കരുതുന്നുണ്ടോ? കരുതാൻ പാടില്ല. കാരണം നമ്മളെ മുമ്പിലുള്ള വോട്ടർമാർ, നിങ്ങൾ പറയുന്നത് P ജയരാജൻ കൊലയാളിയാണെന്ന് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ തെറ്റായ കാര്യം പറഞ്ഞതിന്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ പറയുന്ന രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളുണ്ടല്ലോ, അതുകൂടെ വരും. അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളല്ല, അതൊരു വസ്തുതയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയും പറഞ്ഞതാണ്. അതൊക്കെയും വരും തെരഞ്ഞെടുപ്പ് വേദിയിൽ എന്നതും, അതായത് ഒരു ആക്ഷേപം അങ്ങോട്ട് കേൾക്കുമ്പോൾ ഇവർ തിരിച്ചിങ്ങോട്ടുള്ള പ്രചരണങ്ങളും നടത്തുമല്ലോ, അതുണ്ടാക്കുകയില്ലേ തിരിച്ചടി? ശ്രീമതി ബിന്ദു കൃഷ്ണ. പാർട്ടിയിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാ. അതിന് അവരൊക്കെ തന്നെ പിന്നീട് അത് ശരിയല്ല എന്നും പരസ്പര സൗഹൃദമായിട്ടൊക്കെ പോയതൊക്കെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അതൊക്കെ എടുത്തു വെച്ച് രാഷ്ട്രീയം അതൊക്കെ വെച്ച് മാത്രം വടകരയിലെ ജനങ്ങൾ വിധി എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പ്രബുദ്ധരായ വടകരയിലെ ജനങ്ങൾ അത് ചെയ്യും. ശ്രീമതി ബിന്ദു കൃഷ്ണ, അവിടെ മറ്റെല്ലാ ആക്ഷേപങ്ങളും മാറ്റിവെക്കുക. അവിടെ ഈ ഗുണ്ടയെ വിട്ട് തല്ലിച്ചു എന്നതൊക്കെ ഞാൻ പറയുന്നത്, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വേദിയിൽ അവരും പറയുമല്ലോ, അവർക്കും ഉണ്ടാകുമല്ലോ തെരഞ്ഞെടുപ്പ് വേദികളും മൈക്കും ഒക്കെ. അപ്പോൾ അവരിപ്പോൾ ഈ CPM മനോജ് പറഞ്ഞു വെച്ചു, മറ്റെല്ലാ കാര്യങ്ങളും വിട്ടുകളയുക, ഗുണ്ടയെ വിട്ട് തല്ലിക്കാൻ നിന്നു എന്ന പ്രസ്താവന രാജ്മോഹൻ ഉണ്ണിത്താൻ്റെതായിട്ട് വേദികളിൽ വരുമ്പോൾ അത് തിരിച്ചടിയാവുകയില്ലേ അവിടെ? കൊല്ലുന്നില്ലല്ലോ. എത്ര പേരെ കൊന്നവരായി പറയുന്നത്? കൊല്ലുന്നതും തല്ലുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ലേ? തല്ലാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തി എന്ന നിലയിൽ തല്ലിനും കൊല്ലിനും എല്ലാം ഞാൻ എതിരാണ്. കോൺഗ്രസ് പാർട്ടി കൃത്യമായി അതിനെതിരാണ്. പക്ഷെ അതൊക്കെ ചർച്ച ചെയ്യേണ്ടതൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ ജനങ്ങൾക്കറിയാം, ഞാൻ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും കൊല ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ മസ്തിഷ്കമായി പ്രവർത്തിക്കുന്ന ശ്രീ P ജയരാജന്റെ ആ പ്രത്യയശാസ്ത്രം, അല്ലാതെ അദ്ദേഹത്തോട് വ്യക്തിപരമായ ഒരു വിരോധം ആർക്കും ഇല്ല. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും പ്രവർത്തിക്കുന്ന പോലെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്രിമിനൽ ശൈലി മാറ്റണം. അത് ആ ക്രിമിനൽ ശൈലിയിൽ ഇനി ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെടരുത്, ഇനി ഒരാളും ഒരു സ്ത്രീയും വിധവയാകരുത്.
ഒരു കുഞ്ഞുങ്ങളും അനാഥ ബാല്യങ്ങളാകരുത്. ഒരച്ഛനമ്മമാരും ജീവിത സായാഹ്നത്തിൽ സ്വന്തം മക്കളുടെ സഹായമില്ലാതെ അവരുടെ വിരഹത്തെ ഓർത്ത് വേദനിച്ച് നെഞ്ചു പൊട്ടി മരിക്കാനിടയാകരുത്. അതാണ് മനോജ്, അതാണ് കാര്യം. അതായത് അപ്പോൾ അദ്ദേഹം ഒരു ഇമേജ് ആണ്, ഒരു ബിംബമാണ് പി ജയരാജൻ. അതായത് CPM ഇപ്പോൾ തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ജനത്തിന് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ഒരു അവസരമാണ് വടകരയിൽ. അത് അവർ ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുക. PM മനോജ്, അല്ല, ഇത് തന്നെയാണ് 2014-ലും 2016-ലും പറഞ്ഞത്. ഇതേ വാചകങ്ങളാണ് 2014-ലും 2016-ലും പറഞ്ഞത്. അതാണ് ജനങ്ങൾ കേട്ടതും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കൂട്ടക്കൊലയെ, ഒരു സമൂഹത്തെ ആകെ വേട്ടയാടി കൊല ചെയ്തതിനെ ഈ കോൺഗ്രസിനോളം ന്യായീകരിച്ചൊരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് BJP പോലുമില്ല. ആയിരക്കണക്കിന് സിഖ് കുടുംബങ്ങൾ ഡൽഹിയിലെയും പരിസരത്തെയും തെരുവുകളിൽ കൊല്ലപ്പെടുമ്പോൾ അത് ഒരു വൻമരം വീണാലുണ്ടാവുന്ന പ്രത്യാഘാതം മാത്രമാണ് എന്ന് പറഞ്ഞ് ലാഘവത്തോടെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ നേതൃത്വമാണ് ഈ കോൺഗ്രസിൻ്റെത്. അതുകൊണ്ട് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ, കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുന്നതെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ മാലാകമാരാണെന്ന്. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട മമ്പ്രം ദിവാകരനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരായിട്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ പാർട്ടിയായി ഈ കോൺഗ്രസ്. ഞാനൊരുത്തനെ കൊന്നിട്ടുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സുധാകരൻ എന്നിവരുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് മാത്രം. കൊലപാതകം അതുപോട്ടെ, കൊലപാതകം ഈ പറഞ്ഞ തമ്മിലടിയുടെയും അതുപോലെ സംഘർഷത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടാവാം. പക്ഷേ സ്ത്രീ പീഡനം അങ്ങനെ ഉണ്ടാവുമോ? ഒരു സ്ത്രീ പരസ്യമായിട്ട് പറയുകയാണ് എന്നെ ഈ കോൺഗ്രസിന്റെ എത്ര സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഉള്ളെന്ന് നോക്ക്, ഇവരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത്. കളങ്കം എന്ന് പറയുന്നത് സ്ത്രീ പീഡനം കളങ്കമല്ല എന്ന് ബിന്ദു കൃഷ്ണക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ ഈ അക്രമത്തെക്കാൾ നല്ലതാണ് സ്ത്രീ പീഡനം എന്ന് അവർക്ക് പറയാൻ കഴിയുമോ? അപ്പോൾ നേരിട്ട് കേസിൽ പ്രതികൾ, ഒരു സ്ത്രീ തന്നെ പോയി മൊഴി കൊടുക്കുന്നു, എന്നാ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്നും നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. അത് സോളാർ കമ്മീഷൻ പൂർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ സ്ഥാനാർത്ഥികൾ എത്രയുണ്ട്? കഴിഞ്ഞ ഒരു മിനിറ്റ് കൂടെ, ഒരു കാര്യം കൂടെ ശ്രീ സനീഷ്, ഒരു കാര്യം കൂടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളങ്കിതരാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കളങ്കിതരാണെന്ന് പറഞ്ഞ് ഈ കോൺഗ്രസ് ആകെ മാറ്റി നിർത്തിയ ബെന്നി ബെഹനാൻ ചാലക്കുടി സ്ഥാനാർത്ഥിയാണ്. സുധീറിനോട് ചോദിക്ക് എന്താണ് അയാളുടെ യോഗ്യത എന്ന്. അപ്പം ഇങ്ങനെ മൊത്തം കളങ്കവും കൊണ്ട്, അക്രമം കൊണ്ട്, ലൈംഗിക ആക്രമണങ്ങൾ കൊണ്ട് പോകുന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പ്രസംഗം നടക്കുന്നത്. ശരി, അവസാനിപ്പിക്കാം. അബ്ദുള്ള, ഇവിടെ നമ്മുടെ ഈ ചർച്ച തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. അതായത് അവർക്കെതിരെ ആക്ഷേപങ്ങൾ വരുമ്പോൾ അവർ മിണ്ടാതിരിക്കുകയല്ലോ ചെയ്യുക. സിഖ് കൂട്ടക്കൊല വരെ ചർച്ചാ വിഷയമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കിയിട്ട് മാറ്റാനുള്ള സംഘടനാ ശേഷി, മെഷീനറി അവർക്ക് അവിടെയുണ്ട്, എല്ലായിടത്തുമുണ്ട്, വടകരയിൽ പ്രത്യേകിച്ചുമുണ്ട്. അങ്ങനെ ഇളകി വരുമ്പോൾ ഇത് പി ജയരാജൻ യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അടയാളമാണെങ്കിൽ അതുണ്ടാകാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതിനു മുമ്പ് PM മനോജിനെ അബ്ദുള്ള ഒന്ന് പരിചയപ്പെടുത്തുക. PM മനോജിന് എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരക്കേട് ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒരാളത് മറന്നുപോയതായിരിക്കും. ഞാൻ മാധ്യമ ദിനപത്രത്തിൻ്റെ 14 കൊല്ലത്തെ അസോസിയേറ്റ് എഡിറ്ററാണ്. ദേശാഭിമാനിയിൽ PM മനോജ് എഴുതുന്ന പല ലേഖനങ്ങൾക്കും മറുപടി എഴുതിയ ആളാണ്. അതിന് അദ്ദേഹം മറുപടി എഴുതിയിട്ടുണ്ട്. ഇപ്പം എന്തുകൊണ്ട് അദ്ദേഹത്തിന് എന്നെ വിസ്മരിക്കേണ്ടി വന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, സദാചാരത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയണം മനോജെ. ഈ ഷൊർണൂർ നമ്മളെ MLA കാര്യവും അത് ഒരു വനിത, പുറത്തുള്ള വനിത അല്ലല്ലോ. അത് ഈ ശ്രീമതി ബിന്ദു കൃഷ്ണനെ പോലത്തെ ഒരാളല്ലല്ലോ പറഞ്ഞത്. ഒരു പെൺകുട്ടി ഞാൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് MLA പറ്റി പറയുമ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി ശ്രീമതി ടീച്ചറേയും ബാലനും അയക്കുന്നു. അവർ രണ്ടുപേരും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയൊരു പീഡനം നടന്നില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. മറ്റൊരു P ശശി എന്ന ആൾ പീഡിപ്പിക്കുന്നു, അയാളെ ശിക്ഷിക്കുന്നു, വീണ്ടും തിരിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും വെറുതെ അങ്ങോട്ട് കൊണ്ട് വെച്ച് പറയണ്ട. ഞാനൊരു നിഷ്പക്ഷ രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഇങ്ങൾക്ക് ഇദ്ദേഹത്തെ അല്ലാതെ വേറെ സ്ഥാനത്തിന് കിട്ടിയില്ലേ? ഈ പാർട്ടിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരുന്ന, കയ്യിൽ കുത്തുന്ന താങ്കൾ തന്നെ ഉണ്ടല്ലോ, താങ്കൾ മത്സരിക്കാൻ പറ്റുന്ന ഒരാളാണ്. എനിക്ക് താങ്കളറിയാം. എന്തുകൊണ്ട് താങ്കളെപ്പോലുള്ള ഒരാൾ, അല്ലെങ്കിൽ MLA-മാരായിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വെച്ച് വെക്കണം. മുഹമ്മദ് റിയാസ് മുതലായ റഹീം മുതലായ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഒരു നമ്പ്യാരോ നായരോ തന്നെ ആയിരിക്കണം എന്ന വാശിയിലേതൊക്കെ തിരുവനന്തപുരത്ത് നിങ്ങളുടെ എടുത്തു നോക്ക്. അവിടെ മുതൽക്ക് ഇതുവരെ ഉള്ളത് ഈ സവർണ പാശത്തിന് സുകുമാരനാരുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു സ്ഥാനാർത്ഥിയെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതെല്ലാം നിങ്ങൾ പിന്നീട് പറഞ്ഞോ മറുപടിയിൽ. അതായത് ഇദ്ദേഹത്തെ തന്നെ ഈ കളങ്കിതനായ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ താങ്കൾ നേരത്തെ CBI പറ്റൂല മറ്റേ പറ്റൂല എന്നൊക്കെ പറയണ്ടല്ലോ. ഞങ്ങൾക്കൊക്കെ അതിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. എന്നിട്ട് CBI അന്വേഷണം വേണമെന്ന് താങ്കൾ പറയുന്നു. ഭരണകൂടത്തിൻ്റെ കയ്യിലുള്ള ഉപകരണമായ CBI
ഇവിടുത്തെ മറ്റുള്ള ഇതൊക്കെ എന്താ പോലീസും വേറുള്ളതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ അബ്ദുള്ള, നമ്മുടെ സമയം കുറവാണ്. ശ്രീ പി എം മനോജ്, ഞാൻ ഒരിക്കൽ കൂടെ താങ്കളിലേക്ക് വരുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആക്ഷേപങ്ങൾക്കടക്കം താങ്കളുടെ മറുപടി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ശ്രീമതി ബിന്ദു ഉഷ, നമുക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. വരും ദിവസങ്ങളിൽ ആ ചർച്ച തുടരാമല്ലോ. വളരെ നന്ദി ശ്രീ അബ്ദുള്ള, ശ്രീ പി എം മനോജ്, ശ്രീമതി ബിന്ദു കൃഷ്ണ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. നേരത്തെ ടെലിഫോണിലെത്തിയ ശ്രീമതി കെ കെ രമയ്ക്കും നന്ദി. മുരളിയുടെ വരവ്, കെ മുരളീധരന്റെ വരവ് മറ്റു മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഊർജ്ജമാകുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 59% പേർ ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 59% പേർ കോൺഗ്രസിന് മറ്റു മണ്ഡലങ്ങളിലും ഊർജ്ജമാകും മുരളീധരന്റെ വരവ് എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. 41% പേർക്ക് മാത്രമേ എതിരായൊരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.